നയതന്ത്രത്തിലേക്ക് സ്വാഗതം. ക്ഷമിക്കണം, നേരത്തെ ചോദിക്കുന്നത് കേൾക്കാൻ കഴിയാത്ത ചില സാങ്കേതിക പ്രശ്നങ്ങൾ. തദ്ദേശ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രിയും CPIMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ MB രാജേഷാണ് നമ്മോടൊപ്പം നയതന്ത്രം പരിപാടിയിൽ ഇന്ന് അതിഥിയായുള്ളത്. മിനിസ്റ്റർ, സ്വാഗതം ഈ പരിപാടിയിലേക്ക്. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം നിയമസഭയിലെ അസാധാരണ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ ഈ രാജേന്ദ്ര അർലേക്കർ സർക്കാരിന്റെ നയപ്രഖ്യാപനത്തിലെ ചില ഭാഗങ്ങൾ വിട്ടുകളയുക, ചിലത് കൂട്ടിച്ചേർക്കുക എന്ന സാധാരണ നിലയ്ക്കില്ലാത്ത ചില സമീപനം സ്വീകരിക്കുന്നത് കണ്ടു. സർക്കാരിന് പിന്നീട് അതിനകത്തൊരു സവിശേഷ ഇടപെടൽ നടത്തേണ്ടിയും വന്നു. രാജേന്ദ്ര അർലേക്കർ ഗവർണർ എന്ന പദവിയിലിരുന്നു കൊണ്ട് ഭരണഘടനാ മര്യാദകൾക്കപ്പുറം പോകുന്ന ഒരു നിഷേധാത്മക നിലപാട് സ്വീകരിച്ചു എന്ന കണിശ വിമർശനം സർക്കാരിനുണ്ടോ? തീർച്ചയായിട്ടും അദ്ദേഹം ഭരണഘടനാപരമായ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം അല്ല അവിടെ നിറവേറ്റിയത്. അത് പൂർണ്ണമായും ശരിയായും നിറവേറ്റുന്നതിൽ വീഴ്ച വന്നപ്പോഴാണ് മുഖ്യമന്ത്രി ആ ഭരണഘടനാപരമായിട്ടുള്ള ചുമതല നിറവേറ്റിയത്. ഗവർണർ മന്ത്രിസഭയുടെ ഉപദേശമനുസരിച്ച് പ്രവർത്തിക്കണമെന്നാണ് ഭരണഘടന നിഷ്കർഷിക്കുന്നത്. മന്ത്രിസഭയുടെ നയമാണ് ഗവർണർ പ്രഖ്യാപിക്കേണ്ടത്. അപ്പോൾ മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിൽ മാറ്റം വരുത്താൻ ഗവർണർക്ക് യാതൊരു അധികാരവുമില്ല. ഭരണഘടന അത്തരമൊരു അധികാരവും നൽകിയിട്ടില്ല. മന്ത്രിസഭ തയ്യാറാക്കിയതിൽ ഒന്നും കുറയ്ക്കാനോ ഒന്നും കൂട്ടാനോ ഗവർണർക്ക് അധികാരമില്ല. കാരണം ഭരണഘടന നൽകുന്ന അധികാരമേ ഗവർണർക്ക് ഉപയോഗിക്കാൻ പറ്റൂ. ബഹുമാനപ്പെട്ട ഗവർണറിൽ നിന്ന് അതിനപ്പുറമുള്ള അസാധാരണമായ നടപടിയുണ്ടായി. അസാധാരണ സാഹചര്യങ്ങളെ അസാധാരണമായിട്ട് തന്നെ നേരിടണം. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അതിനുശേഷം എഴുന്നേറ്റ് നിന്ന് ഗവർണർ ഒഴിവാക്കിയ ഭാഗം കൂട്ടിച്ചേർക്കുകയും ഗവർണർ കൂട്ടിച്ചേർത്ത ഭാഗം ഒഴിവാക്കുകയും ചെയ്തു. ഓക്കെ മിനിസ്റ്റർ, ഇപ്പോൾ ഈ കാര്യത്തിൽ ഇപ്പോൾ ഗവർണറുമായി പരമാവധി സൗഹാർദ്ദത്തിൻ്റെയും സമവായത്തിൻ്റെയും പാതയിൽ പോകാനാണല്ലോ സർക്കാർ എല്ലാ ഘട്ടത്തിലും ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ വന്നിട്ടുള്ള ഗവർണർമാർ നരേന്ദ്രമോദി സർക്കാരിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും ഒരു പ്രഥമഗണ്യമായി ഉയർത്തി നിർത്തിയിരിക്കുന്നു, ഭരണഘടനാ മൂല്യങ്ങൾക്ക് മേലെ എന്ന് തോന്നുന്നുണ്ടോ? എത്ര സമവായത്തിൻ്റെ ആരോഗ്യകരമായ സൗഹാർദ്ദത്തിൻ്റെ പാത സ്വീകരിക്കാൻ ശ്രമിച്ചാലും അവർക്ക് മോദി ഗവൺമെന്റിനെ അസുഖകരമായിട്ടുള്ള ഒരു സംഗതിയും അവർ വായിക്കില്ല, ചെയ്യില്ല. മോദി ഗവൺമെന്റിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പൺ ഫൈറ്റിന് പോലും അവർ സന്നദ്ധരാവുകയും ചെയ്യും എന്ന മട്ടിലുള്ള ഒരു 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 മുന്നോട്ട് പോക്കിന്റെ പ്രതിസന്ധിയെ സർക്കാർ അനുഭവിക്കുന്നുണ്ടോ? ഗവർണർമാരെ എങ്ങനെയാണ് മോദി ഗവൺമെന്റ് ഉപയോഗിക്കുന്നത് എന്നത് സംബന്ധിച്ച് CPIMന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയിൽ അത് ഏറ്റവും വ്യക്തമായി ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളതും മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതും മറ്റേത് രാഷ്ട്രീയ പാർട്ടിയുമല്ല, CPIM ആണ്. ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസിന്റെ പ്രമേയത്തിൽ അതിനു മുമ്പ് തന്നെ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയുടെ പ്രസ്താവനകളിലെല്ലാം അക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഗവർണർമാരെ ഉപയോഗിച്ച് സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയ അസ്ഥിരത സൃഷ്ടിക്കുക എന്നത് 2014 ശേഷം BJP ഇന്ത്യയിലാകെ ഉപയോഗിക്കുന്ന രീതിയാണ്. പല സ്ഥലങ്ങളിലും അധികാരം പിടിക്കുന്നതിന് ഭൂരിപക്ഷം, നിയമസഭയിലെ ഭൂരിപക്ഷത്തെ മറികടക്കുന്നതിന് ഒക്കെ ഗവർണർ ഉപയോഗിച്ച അനുഭവം മഹാരാഷ്ട്രയിലൊക്കെ ഇല്ലേ? പുലർച്ചെ വിളിച്ചു വരുത്തി സത്യപ്രതിജ്ഞ ചെയ്യിപ്പിച്ച അനുഭവമില്ലേ? അതുകൊണ്ട് ഞങ്ങൾക്കതിൽ BJP ഭരണത്തിൽ നിയമിക്കപ്പെടുന്ന ഗവർണർമാരെ സംബന്ധിച്ച് ഒരു വ്യാമോഹവും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല, ഇപ്പോഴുമില്ല. ഞങ്ങൾ ഭരണഘടനാപരമായ മര്യാദ ഗവർണർ എന്ന പദവിയോട്, ആ പദവിയിലിരിക്കുന്ന ആളോട് എക്കാലത്തും സ്വീകരിച്ചിട്ടുണ്ട്. നാളെയും ആ ഭരണഘടനാപരമായ മര്യാദ സ്വീകരിക്കും. ഭരണഘടനയുടെ അകത്ത് നിന്നുകൊണ്ടുള്ള സമീപനം മാത്രമേ LDF ഗവൺമെന്റ് സ്വീകരിക്കൂ. എന്നാൽ ഭരണഘടനാ ബാഹ്യമായിട്ടുള്ള സ്വാധീനത്തിന് ഗവർണർ വഴങ്ങിയാൽ അത് ഗവർണറാണ് എന്നതുകൊണ്ട് അംഗീകരിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല. അതിനെ ചോദ്യം ചെയ്യുകയും അതിനെ നേരിടുകയും ചെയ്യും എന്നതിൻ്റെ ഉദാഹരണമാണ് ഇന്ന് നിയമസഭയിൽ കണ്ടത്. നേരത്തെ നമ്മൾ ഇപ്പോൾ ആദ്യമായിട്ടല്ല, നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഒരു കേസ് സുപ്രീം കോടതിയിൽ കേരള സർക്കാരിൻ്റെ നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയുമായിരിക്കുമല്ലോ. ഗവർണർ നിയമസഭ പാസാക്കിയ ബില്ലുകൾ പിടിച്ചുവെച്ചതിനെതിരെ സുപ്രീം കോടതിയിൽ നിയമയുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നില്ലേ? അതുകൊണ്ട് ഞങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ട്, വ്യാമോഹമില്ല ഗവർണർമാരെ BJP ഗവൺമെന്റ് ഉപയോഗിക്കുന്നതിനെ കുറിച്ച്. അതനുസരിച്ചിട്ടുള്ള നിലപാട് തന്നെയാണ്. എതിർക്കേണ്ട എല്ലാ കാര്യങ്ങളെയും എതിർക്കും, നേർക്കുനേരെ പറയേണ്ട എല്ലാ കാര്യവും അങ്ങനെ തന്നെ പറയും.